then നമ്മൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി, then again copy, Q press ചെയ്യുക, റൊട്ടേറ്റ്, then again നമ്മൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി, Q പ്രസ് ചെയ്യുക, ഇനി ആരോ പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, then rotate, then again നമ്മൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാം, കോപ്പി, then again copy ചെയ്യാം. ഓക്കെ, ശേഷം എക്സ്പോർട്ട് ചെയ്യുക, then ഗ്രൂപ്പ് ചെയ്യുക, ശേഷം ഇതിൻ്റെ ലെഫ്റ്റ് വരുന്നത് 1:40 1:20 ലെസ് ചെയ്യാം. സോ ഡബിൾ ക്ലിക്ക്, മൂവ് 120 120. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് അതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് 120 എൻ്റർ. ശേഷം മേക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ്, then മൂവ് പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, then again കോപ്പി, then Q പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. സോ വാട്ട് നെക്സ്റ്റ്, നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം. പോട്ട് ജസ്റ്റ് വരച്ചാൽ കേട്ടോ, ജസ്റ്റ് ലൈൻ വരച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഫേസ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ശേഷം ഗ്രൂപ്പ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് 45 സെൻറ്റി ഡൗൺ സൈഡിലേക്ക്, ഓക്കെ, ജസ്റ്റ് ഒരു 5 സെൻറ്റി ഡൗൺ സൈഡ് പുഷ് ചെയ്യും. പക്ഷേ നമുക്ക് ഒരു ഷോവാൾ കൊടുക്കാണ്ട് 6 പ്രസ് ചെയ്ത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ദെൻ ഗ്രൂപ്പ് ചെയ്യുക, ദെൻ പുഷ് ചെയ്യുക, ഡൗൺ സൈഡ് ഫൗണ്ടേഷൻ്റെ ബോട്ടം സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ട് വലിക്കുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. അഗൈൻ സെയിം കോപ്പി ചെയ്യുക, പ്രസ് ചെയ്യുക, കണ്ടു പ്രസ് കോപ്പി. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് വരയ്ക്കാനുണ്ട്. സ്റ്റെപ്പിന് വേണ്ടിയിട്ട് 6 പ്രസ് ചെയ്ത് ഈ ഒരു ഫേസിന് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ദെൻ ഗ്രൂപ്പ് ചെയ്യുക, ദെൻ പുഷ് ചെയ്യുക 60, ദെൻ 15 സെൻറ്റി താഴോട്ട് പുഷ് ചെയ്യുകയാണ്. ദെൻ ഈ ലൈൻ പിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് നെറ്റ് കോപ്പി ചെയ്യുക, ദെൻ പുഷ് ചെയ്യുക 15 സെൻറ്റി എൻ്റർ. ഓക്കെ, സ്റ്റെപ്പ് ആയിട്ട് ശേഷം ഓക്കെ, നമുക്ക് മെറ്റീരിയൽ ഈ പ്ലാന്റ് ഞാൻ റൈഡ് ചെയ്യാൻ പറ്റും. സ്കെച്ചപ്പിൽ തന്നെ ഫേസൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ലൂമിയോണിലാണ് റെൻഡർ ചെയ്യാനുള്ളത്. 150 സെൻറ്റ്. ദെൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണല്ലോ സീൻ. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഫ്ലോർ ടൈൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലാബ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഡോറൊക്കെ ഓപ്പണിങ്സ് കൊടുത്താൽ അത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഫ്ലോർ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ ഒന്നും വിസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഈ ഒരു ഫേസ് തന്നെ ഇൻ്റർസെക്റ്റ് ഫേസ് വിത്ത് മോഡൽ. ശേഷം ഒരു ഫേസ് കൺട്രോൾ C, കൺട്രോൾ Z, then എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. ഓക്കെ, ദെൻ ഗ്രൂപ്പ്, എഡിറ്റ് ഗ്രൂപ്പ്, ദെൻ പുഷ് ചെയ്യുക 1 സെൻറ്റി ടൈലിൻ്റെ തിക്നെസ്, F പ്രസ് ചെയ്തിട്ട് സ്കേർട്ടിങ്ങിൻ്റെ 1 സെൻറ്റി വെച്ചിട്ട്. ഓക്കെ, ദെൻ P പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് 10 സെൻറ്റി സ്കേർട്ടിങ് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ് ചെയ്തിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു സൈഡ്, മറ്റേ സൈഡ്. ഓക്കെ, സോ നമ്മളുടെ ഫ്ലോർ ടൈലായിട്ട് ശേഷം സീന് ക്ലിക്ക് ചെയ്യുക. സീനില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റിൽ അൺഹൈഡിൽ പോയിട്ട് ഓൾ ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, സോ സ്റ്റെപ്പിന് കൊടുക്കേണ്ടതുപോലെ ടൈൽസ് സിസ്റ്റം പ്രൊജക്റ്റ് കൊടുക്കണം.
ലൈനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം. പുഷ് വൺ സൈഡ്. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ സി, ദെൻ ഒബ്ജക്റ്റ് ഫേസ് ഇൻ ഫേസ്, ദെൻ ഗ്രൂപ്പ്, എഡിറ്റ് ഗ്രൂപ്പ്, വൺ സെൻഡ്, എൻ്റർ, then one send outside enter. Okay, then again M over here, control here, down side click here, then copy. Okay, അതുപോലെ സ്കേർട്ടിങ് ഈ സൈഡിലുണ്ടാവും. അതുപോലെ ഡിലീറ്റ് ചെയ്യുക. ലൈന് ചെയ്യുക, വൺ സെൻഡ്, എൻ്റർ, then push 10 cm, enter. Okay, same thing. ഈ ലൈന് കോപ്പി ചെയ്യുക, വൺ സെൻഡ്, എൻ്റർ, പുഷ് ചെയ്യുക, 10 cm, എൻ്റർ. ഓക്കെ, ദെൻ മേക്ക് കമ്പോണൻറ്റ്, ക്രിയേറ്റ്, ദെൻ എം പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കറക്റ്റ് കോപ്പി ചെയ്യുക, ഈ ഒരു പോയിൻ്റ് എടുത്തുക, സിമ്പിളായിട്ട്. ഓക്കെ, ദെൻ സെയിം ലൊക്കേഷൻ പോകും. അപ്പോൾ ഫ്ലോർ ടൈലായതുകൊണ്ട് ഫ്ലോർ ടൈല് സെലക്ട് ചെയ്ത് ഓൾ ഗ്രൂപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം. മെറ്റീരിയൽ ആഡ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ നമുക്ക് റൂഫിലെ ഡോറ് വരയ്ക്കാം. പിന്നെ താഴെ ഒരു ബിൽഡിങ് വരയ്ക്കാം, റെക്റ്റാങ്കിൾ വരയ്ക്കാം, ദെൻ ഗ്രൂപ്പ് ചെയ്യാം, പുഷ് 5 cm. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ 6 പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെക്റ്റാങ്കിൾ വെച്ച് കൊടുക്കുക, ദെൻ ഗ്രൂപ്പ് ചെയ്യുക, ദെൻ F പ്രസ് ചെയ്തിട്ട് 7 cm, ദെൻ ഈ ഫേസ് കൺട്രോൾ സി, ദെൻ ഡിലീറ്റ്, ഈ പ്രസ് ചെയ്തിട്ട് ഒരു 6 cm, 4 cm, 4 cm, എഡിറ്റ് പേസ്റ്റ് ആൻഡ് പ്ലേസ്, ഗ്രൂപ്പ് ചെയ്യാം, പുഷ് 2 cm, ജസ്റ്റ് സെലക്ട് ചെയ്യാം, മൂവ് ചെയ്യാം, ദെൻ ഗ്രൂപ്പ് ചെയ്യാം, ജസ്റ്റ് മൂവ് ഇൻസൈഡ്. ഞാൻ ഇതിലൊക്കെ കൊടുക്കാവുന്നതാണ്, കൊടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ബിൽഡിങ് കൊടുക്കുക, 5,5,5, ദെൻ ഗ്രൂപ്പ്, അത് ജസ്റ്റ് മൂവ് ചെയ്യാം ഇവിടെ നിന്ന്. സോ സ്റ്റുഡൻ്റ് ഡെപ്തായിക്കോട്ടെ, 5 cm കൂടെ കൂട്ടിയുണ്ട്. ഇങ്ങോട്ടൊരു 3 cm, ജസ്റ്റ് ഒരു ആർക്ക് വരയ്ക്കാം. പിന്നെ ഈ പ്രസ് ചെയ്തിട്ട് 1.5, എൻ്റർ, 2 enter, 2 enter, then 1.5 enter, 2 enter, 2 enter. ജസ്റ്റ് ലൈനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം, പിന്നെ ആർക്ക് വരയ്ക്കാം, ജസ്റ്റ് ലൈനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം, ഈ ഒരു ലൈന് ഒരു 1 cm കൊടുക്കാം, ക്ലോസ് ചെയ്യാം. പിന്നെ ഈ പ്രസ് ചെയ്തിട്ട് റേസ് ചെയ്യാം, ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യാം. ശേഷം ലൈന് വരച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൺട്രോൾ ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു ഫേസ് ഡീസെലക്ട് ചെയ്യാം, ഫോളോ മീ ക്ലിക്ക് ചെയ്യാം, ഒരു ഫേസ് ക്ലിക്ക് ചെയ്തു. പിന്നെ കൺട്രോൾ ചെയ്യാൻ റിവേഴ്സ് ഫേസ്. ഓക്കെ,